ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. കുറേ ദിവസമായി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ട്, പക്ഷെ തിരക്കായതുകൊണ്ടാണ്. നമുക്കൊരു നിക്കാഹൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മാമൻ്റെ മോളെ നിക്കാഹ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതാ നമ്മൾ 2 ദിവസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് മാമൻ്റെ വീട്ടിലേക്ക് തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ മൈ ലൈഫാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇത് നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയ പാലിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, പിന്നെ വേറെ ഉണ്ട്. അപ്പോൾ അതും പിന്നെ ഇതിൽ നിന്ന് ലേശം കൊടുത്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇന്ന് സയ്യാനക്ക് മദ്രസ ഉണ്ട്. അപ്പം സയ്യാൻ അവിടെ ഒരുങ്ങണുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചായ ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ചായ ആക്കി വെക്കുമ്പോഴേക്കും തന്നെ സയ്യാനക്ക് പോകാനേ ആവുള്ളൂ. ഒരു 6:45 ആകുമ്പോഴേക്കും മദ്രസയ്ക്ക് എത്തിയാൽ മതി കേട്ടോ. ആദ്യമൊക്കെ 7 മണിക്കൊക്കെ അവർ പോയിരുന്നത്. പിന്നെ ഇന്ന് കാറുള്ളതുകൊണ്ട് തന്നെ വണ്ടിമേലാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും. റിസാന് എണിച്ചിട്ടില്ല കേട്ടോ. റിസാന് ഇന്ന് വൈകിട്ടാണ് മദ്രസ. അപ്പോൾ നമ്മൾ ചായക്കൊക്കെ ആക്കി വെച്ച് ഇന്ന് നമ്മൾ ചായക്ക് കടിയായിട്ട് നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്, ഇടിയപ്പം. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ ഒന്ന് നനച്ച് വെക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ വല്ലാതൊന്നും തിളപ്പിച്ചിരുന്നില്ല, എന്നാലും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ കുമിളകൾ ഇങ്ങനെ വരുന്ന കണ്ടാൽ ഞാനത് ഓഫ് ചെയ്തിട്ട് ഞാൻ പൊടിക്ക് അങ്ങനെ നേരിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പൊടി നനച്ചെടുക്കാനായിട്ട് ഞാനിതൊരു തളികയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇതിന് തളിക എന്നാണ് കേട്ടോ പറയുക. ഓരോ സ്ഥലത്തും ഒരു സാധനത്തിന് പല പല പേരുകളായിട്ടാണ് കേട്ടോ അറിയുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള പാത്രത്തിനൊക്കെ തളിക എന്നാണ് പറയുക. ആദ്യമൊക്കെ ഞാൻ ചപ്പാത്തിക്കായാലും പത്തിരിക്കായാലും ഒക്കെ പൊടി കുഴച്ചുണ്ടാക്കിയിരുന്നത് ഇതിലിട്ടിട്ടാണ് കേട്ടോ. അതിലിട്ടിട്ട് നമ്മൾ സ്ഥലമില്ലെങ്കിലും ഇട്ട് കുഴച്ച് ഒരു പരുവാക്കി എടുക്കും. ഇപ്പോൾ പിന്നെ സ്ലാബും ഇട്ടിട്ടാണ് കേട്ടോ കൂടുതലും എല്ലാം ചെയ്യാറ്. അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് നമ്മൾ പുറത്ത് പോകാണ്ട് അതിലിട്ട് ഒതുക്കി എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാറാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ സ്ലാബ് കൊണ്ടിട്ട് തന്നെ അങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇതിപ്പോൾ നൂൽപുട്ടിനാണല്ലോ. അപ്പോൾ പിന്നെ അതിലിട്ടിട്ട് തന്നെ നമുക്ക് വല്ലാതെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നനച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇങ്ങോട്ട് കൈ കൊണ്ടൊന്ന് ഒതുക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്കുള്ള പാകത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മൾ വെച്ച പാലൊക്കെ ഒന്ന് തിളച്ച് വന്ന് അപ്പോൾ അതിലേക്ക് കടുപ്പം അത്യാവശ്യം ഇടണം കേട്ടോ. ഇവിടെ കടുപ്പല്ലാണ്ട് ചായ കുടിക്കില്ല. അപ്പോൾ പിന്നെ കടുപ്പം കുറച്ചധികം ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് ചക്കരയാണ് ഇടുന്നത്. ചക്കര ഞാൻ പാൽ ചായയിൽ ഇട്ടാൽ ഞാൻ കുടിക്കാറുണ്ട്. കട്ടൻ ചായക്ക് ഞാൻ ഇപ്പോൾ കുടിച്ചു തുടങ്ങി. ആദ്യമൊന്നും വല്ലാതെ ഞാൻ കുടിച്ചിരുന്നില്ല. ഈ പഞ്ചസാര അത്ര നല്ലതല്ല കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കാറ്. ഞാൻ ആദ്യമൊക്കെ ചായയിലാണെങ്കിലും എന്ത് സാധനത്തിലായാലും പഞ്ചസാര വാരിക്കോരി ഇടും കേട്ടോ. പിന്നെ എല്ലാവരും ചീത്താറ് എന്തിനാ ഇത്ര മധുരം കഴിക്കണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പം അതൊക്കെ നിർത്തി വെച്ചു. ഇപ്പോൾ ഞാൻ ഈ ചക്കരൊക്കെ ആയിട്ട് ഞാൻ കട്ടൻ ചായ ആയാലും ഞാൻ കുടിക്കാറുണ്ട്. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, അത് നമ്മൾ കുടിച്ച് നോക്കാത്ത കാരണം കേട്ടോ. എന്നാലും ശർക്കര ഇട്ടാൽ കട്ടൻ ചായക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ചക്കര ഇട്ടാൽ വലിയ കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ. അതിന് നമ്മൾ ശരിക്കും പഞ്ചസാര ഇട്ട പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചക്കര ഒരു പകുതി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അലിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു സമയം കൊണ്ട് നേരത്തെ ഞാൻ പൊടി നനച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നനച്ച് വെച്ചിട്ടുണ്ടെന്ന്. നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി വെക്കുകയാണ് കേട്ടോ. തിളച്ച വെള്ളമാണല്ലോ, അപ്പോൾ അതൊന്ന് നമ്മൾ ഒഴിക്കും തോറും ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ആ നനവ് എല്ലായിടത്തും എത്തിക്കണം. അപ്പോഴേക്കും സയ്യാനക്ക് മദ്രസയിൽ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനാക്കി കൊടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ ആൾ ടാറ്റയൊക്കെ തന്നിട്ടാണ് കേട്ടോ എപ്പോഴും പോവുക. മദ്രസ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പോയാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ വരുമ്പോഴേക്കും ഞാൻ ചായയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചായ ഒഴിക്കുന്ന സമയത്ത് തന്നെ വന്നെടുക്കണം കേട്ടോ. അപ്പോൾ കാക്കുള്ള ചായ ഞാൻ വേഗം കൊണ്ടുപോയി കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒന്ന് ചൂടാറണല്ലോ. അപ്പോൾ ഇന്ന് ചൂടാറണ വരെ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഉമ്മക്ക് ചായയുടെ സമയമായിട്ടില്ല കേട്ടോ. ഉമ്മക്ക് അതുക്കാറൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുകയുള്ളൂ. അപ്പം ഉമ്മ അവിടെ അതുക്കാറ് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചായ ഞാൻ അവിടെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയപ്പോൾ ഞാൻ കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നുറുക്കാണ് കേട്ടോ ചായക്ക്.
നുറുക്കും ചായയും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വല്ലാതൊന്നും കഴിക്കൊന്നുമില്ല, ഒരു 2-3 എടുത്ത് കഴിക്കും കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. കാരണം ഏലക്ക ഒക്കെ ഇട്ടിട്ടുള്ള ചായയാണ്. പിന്നെ പാൽ ചായയിൽ ഏലക്ക ഇട്ടാലൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. ഇക്കാക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ഇഞ്ചി കുത്തിയിട്ടിട്ടൊക്കെ ചായ കൊടുക്കാറുണ്ട് കേട്ടോ. ഇക്കാക്ക് അങ്ങനെ ഇഷ്ടമാണ്. ചിലപ്പോൾ എന്നോട് പറയും, ചിലപ്പോൾ ഓർമ്മ ഉള്ളപ്പോഴൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എന്നോട് പറയും ഇഞ്ചി ഇടാന്ന്. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ കുത്തിയിട്ട് നമ്മളതിൽ ചായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആറ്റി കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ചായയൊക്കെ. അപ്പോൾ അതാ ഞാൻ ചായ കുറച്ചൊക്കെ കുടിച്ച് 3/4 ഭാഗം കുടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അവിടെ വെച്ച് അതിങ്ങനെ കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം അവിടെ ഇങ്ങനെ ഓടിപ്പോവും. പിന്നെ ഇന്ന് സ്കൂളൊന്നുമില്ലല്ലോ, ഇന്ന് ശനിയാഴ്ച അല്ലേ. ചില ഭാഗത്തൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഇവിടെ സ്കൂളില്ല കേട്ടോ. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഒന്ന് ഒതുക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ചായ നേരത്തെ ഫുള്ളാക്കി ഉണ്ടായിരുന്നില്ലല്ലോ, അതും കൂടി ഞാൻ കുടിച്ച് തീർത്തിട്ടാണ്. ഇനി ഇതാ നമ്മൾ നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ അച്ചിലെല്ലാം ഒന്ന് നിറച്ചെടുക്കുകയാണ്. ഇപ്പോൾ വെച്ചിട്ട് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാറ് ഇതുപോലെയുള്ള പാത്രത്തിലൊക്കെയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒരൊറ്റയടിക്ക് തന്നെ 4-5 ആക്കി കിട്ടും. അത് തട്ടിലാണെങ്കിലും കിട്ടും, പക്ഷെ അതൊരു ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. അതിലാണ് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പാത്രത്തിലൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ നമ്മൾ ചോറ് കഴിക്കുന്ന ഒരു വലിയ പാത്രം എടുത്തിട്ട് ഒരു 3 അങ്ങനെ ആക്കി വെക്കാറാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ 1-2 കഴിച്ചാൽ തന്നെ മതിയാവും. ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ അവിടെ ആയോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിയെടുക്കണ്ടല്ലോ. ഇതാകുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം തന്നെ ഞാൻ ആക്കി വെച്ചിട്ടാണ്. പിന്നെ നൂൽപുട്ടൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കറിയൊക്കെ കുക്കറിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവണ സമയം കൊണ്ട് ഞാൻ വേഗം മുറ്റടിച്ച് വന്നിട്ടാണ്. മുറ്റടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ട്രിപ്പ് നൂൽപുട്ടൊക്കെ വെക്കാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാത്തൂന് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ചെറിയ നാത്തൂന് അവൾ പോകുമ്പോൾ ഒരു ചക്ക ഇട്ടതാണ്. ആ ചക്ക ഇട്ടോട് കൂടിയിട്ട് ഒരു 3 ഒപ്പം വീണ്. അപ്പോൾ നിൽക്കാതെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇക്കാക്ക് ചക്കപ്പേരി കൊടുത്തയക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം ഞാൻ റെഡിയാക്കി. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ഒരൊറ്റ വീസിൽ മതിയിട്ട്. അധികം മൂപ്പാവാത്ത ചക്കയായിരുന്നു കേട്ടോ, ചെറിയ ചക്കയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ, പകുതി അവൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് ഒക്കെ ഒന്ന് കുത്തിയിട്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിന്ന് അയിലാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അയിലൊന്ന് മുളക് കറി വെച്ച് അപ്പോഴേക്കും ഇക്കാക്ക് പോകാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഇക്കാക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയൊക്കെ ഒന്ന് വേഗം പാത്രത്തിലാക്കി വെച്ചിട്ട് അവർ 3 ആളുണ്ട് കേട്ടോ, മീമാടെ മക്കളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ വല്ലാതൊന്നും കഴിക്കൊന്നുമില്ല, അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ചക്ക ഉപ്പേരി കഴിച്ചാലൊക്കെ ബുദ്ധിമുട്ടാകും അവർക്ക്. അപ്പം ഞാൻ ആ ഒരു ചെറിയ പാത്രത്തിൽ കൊള്ളണതായിട്ട് ആക്കി കൊടുത്തുള്ളൂ. ഇവിടെ ഞാനും ഉമ്മയും മാത്രമാണ് കഴിക്കുള്ളൂ. ഞങ്ങൾക്ക് 2 അത് ധാരാളം. പിന്നെ അങ്ങനെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെയും പോലെ മറന്നു പോയൊരു ചോറ് കഴിക്കണ വീഡിയോ ആണ് ഇട്ടത്. ചോറ് കഴിക്കൽ ലാസ്റ്റ് എത്തിയപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, തീരെ ഓർമ്മ ഉണ്ടാവില്ല ലാസ്റ്റത്തെ ആ വീഡിയോ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാനുള്ള. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.